സെഡാനാണ് തികച്ചും ഒരു കാർ എന്ന് പറയാൻ പറ്റുള്ളൂ. കാർ എന്ന് പറയുമ്പോൾ ആ ഒരു ഫണ്ണും അല്ലെങ്കിൽ ആ ഒരു ഫീലും ഒക്കെ കിട്ടുന്ന ഡ്രൈവ് നമുക്ക് സമ്മാനിക്കാനായിട്ട് സെഡാനാണ് ഏറ്റവും കൂടുതൽ പറ്റുക. Audi A6 45 TFSI ഓടിക്കുകയാണ്. അതായത് ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു ലക്ഷറി സലൂണാണ്, ഒരു പ്രോപ്പർ 3 ബോക്സ് സെഡാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതൊരു 2 ലിറ്റർ എഞ്ചിനാണ്. 2 ലിറ്റർ എഞ്ചിൻ്റെ ആ ഒരു പവർ ടോർക്ക് ഫിഗർ ആദ്യം പറയാം. അതായത് ഈ ഒരു ട്രാഫിക് സിഗ്നൽ കഴിയുമ്പോൾ ഒന്ന് കാല് കൊടുത്തങ്ങൾ പറയാം. ഏകദേശം 245 BHP കൂടാതെ 370 Nm ടോർക്ക് പവർ ഫിഗറുകൾ. ഇത് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പ് എൻഡ് ട്രിമാണ്. ഇതിന് താഴെ ട്രിം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിർച്വൽ കോക്പിറ്റും അല്ലെങ്കിൽ ഈ ഒരു MMI പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫണ്ണാണ്. അതായത് 7 സ്പീഡ് എസ്ട്രോണിക് എന്ന് പറയുന്ന ആ ഒരു DSG, അതായത് ഡ്യുവൽ ഗിയർ ഷിഫ്റ്റ്. DSG എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ടേമല്ല, ഇതിന് എസ്ട്രോണിക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഡ്യുവൽ ക്ലച്ചാണ്, ഓട്ടോമാറ്റിക് എന്നുള്ളതാണ്. അപ്പോൾ തികച്ചും ക്വിക്കായ ഒരു ഗിയർ ബോക്സ് എന്ന് പറയാൻ, കൂടാതെ ഒരുപാട് ഡ്രൈവ് മോഡുകളുണ്ട്. ഇപ്പോൾ എഫിഷ്യൻസി, കംഫർട്ട്, ഓട്ടോ, ഡൈനാമിക്, ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ തന്നെ മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് ഒരു ഇത്തിരി കാമായിട്ടാണ്. അതിന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് ഹൈബ്രിഡ് കൂടിയുള്ളൊരു വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടി ഒരു വണ്ടിക്കുണ്ട്. അപ്പോൾ ഒന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അത് നല്ല രസമുള്ള സൗണ്ടാണ്. കാല് കൊടുത്ത് ഓടിക്കുക അല്ലെങ്കിൽ എന്താ പറയുക പറന്ന് കയറി പോകുക എന്നൊക്കെ പറയുന്നത് ഈ വണ്ടിയെ സംബന്ധിച്ചോളം വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതൊരു എഫേർട്ട് എടുക്കേണ്ടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇപ്പോൾ ലക്ഷറി സെഡാനുകളുടെ അങ്ങേയറ്റം എന്നൊക്കെ പറയാവുന്ന സെഡാനുകളായിട്ടുള്ള S ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പാരിസൺ ആകും. പക്ഷേ എയർ സസ്പെൻഷൻ ഇല്ല, സാധാ സസ്പെൻഷനാണ്. ഇപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഒരു വേർഷൻ എന്ന് പറയുമ്പോൾ, മുന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇത് 5th ജനറേഷൻ ആണല്ലോ. അപ്പോൾ ആ ഒരു വണ്ടിക്ക് എയർ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കംഫർട്ടബിൾ ആണോ ഡ്രൈവ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റൈഡ് എന്ന് ചോദിക്കാം. അതെ, കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ഡൈനാമിക് മോഡിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓട്ടോ മോഡിലാണെങ്കിലും നന്നായിട്ടൊന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ലക്ഷറി സെഡാൻ്റെ കാര്യം പറയുമ്പോൾ യാത്രയെക്കുറിച്ച് അങ്ങനെ ഊന്നി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാം. അതായത് ഞാൻ ഡൈനാമിക് മോഡ് ആക്കി ഇനി ഒന്ന് കാല് കൊടുക്കാം. അപ്പോൾ സെറ്റിങ്സ് നമുക്ക് ആ ഒരു ഡ്രൈവ് സിസ്റ്റം എഫിഷ്യൻ്റ് ആണോ, ബാലൻസ് ആണോ, ഡൈനാമിക് ആണോ, സ്റ്റിയറിംഗ് എങ്ങനെ വേണം, കംഫർട്ടബിൾ ആണോ, ഡൈനാമിക് ആണോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. നേരെ ഒരു കാര്യം ചെയ്യണം, നേരെ ഡൈനാമിക്കിലേക്ക് മാറ്റാതെ ഓട്ടോയിലേക്ക് മാറ്റി കാല് കൊടുക്കുകയാണ്. അതായത് കാല് കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു വണ്ടിയുടെ ഒരു ഫീൽ ഉണ്ടല്ലേ, ഒട്ടും പേടിപ്പെടുത്താതെ വണ്ടി അങ്ങ് പറന്ന് കയറി പോയതുണ്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു കാര്യമായിട്ട് പറയുന്നത്. അതായത് ഓൾ ഡേ നമുക്കിങ്ങനെ കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർ ലക്ഷറി സലൂൺ അല്ലെങ്കിൽ സെഡാൻ എന്നീ ഒരു A6 പറയാം. അതാണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി പാഡ് ഷിഫ്റ്റ് മാറ്റി കഴിയുമ്പോൾ M4 എന്ന് കാണിക്കും. കൂടാതെ ഗിയർ ഷിഫ്റ്റ് തന്നെ നമുക്ക് സ്പോർട്ട് മോഡ് കൂടി മാറ്റാം. അപ്പോൾ ഞാൻ M4, M3, M2 ആ ഒരു M2 ആക്കി. ഏകദേശം 6700 RPM റെഡ് ലൈൻ മാർക്കാണ്. അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ കാലുകൊടുക്കുന്ന വഴിയാണ് അത്. അപ്പോൾ M2 ആണ്. വെൻഡോ കയറ്റി വിട്ടു, റാപ്പിഡാണത്. M2 എന്ന് കാല് കൊടുക്കുകയാണ്. ആ ഒരു ഷിഫ്റ്റിൻ്റെ ഒരു ക്വിക്നെസ് ഉണ്ടല്ലേ, ആ ടാക്കോ നീഡിലൊന്നും ഇങ്ങനെ ആടി, ആ ഒരു ആട്ടം മാത്രമാണ് ആ ഷിഫ്റ്റ് ആയി എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ലീഗൽ സ്പീഡിലേക്ക് എത്തുക, ലീഗൽ സ്പീഡിൽ ക്രൂസ് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു A6 സംബന്ധിച്ച് യാതൊരുവിധ ഒരു അലോസരങ്ങളും ഇല്ലാത്തൊരു കാര്യമാണ്. 2 ലിറ്റർ ആണ്. പേപ്പറിൽ നമ്മൾ നോക്കുമ്പോൾ 2 ലിറ്ററേ ഉള്ളൂ, ഇത്രയും വലിയ സെഡാനാണോ എന്നൊക്കെ തോന്നും. പക്ഷേ ആ 2 ലിറ്റർ എന്നുള്ള ആ ഒരു സംഗതി പേപ്പർ കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും ഓടിക്കാനായിട്ട് നല്ല ഫൺ ഫാക്ടർ ഉണ്ടെന്ന് പറയാം. അതായത് ഇതിന് മുന്നേ ഞാൻ ഓടിച്ച വണ്ടി എന്ന് പറയുന്നത് വോൾവോയുടെ XC40 റീചാർജ് ആണ്. ആ വണ്ടി ഓടിച്ച് കിട്ടിയ ഒരു ഫൺ ഫാക്ടർ ഓൾട്ടുഗദർ വേറെ ആണെങ്കിൽ കൂടി നമുക്ക് ഈ വണ്ടി കയറി ഓടിക്കുമ്പോൾ ഇതിന് പവറില്ലെന്നോ അല്ലെങ്കിൽ ഇത് ഇത്തിരി ബോറിംഗ് ആണെന്നോ അങ്ങനെ തോന്നാത്ത ഒരു കാര്യമില്ല. കാരണം നല്ല പവർ ടോർക്ക് ഫിഗറുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ 2 ലിറ്റർ TFSI. ഡൗൺ ചെയ്തു. M4, M3 കാല് കൊടുക്കുകയാണ്. തീർത്തും അഗ്രസീവായിട്ട് കയറി പോയതല്ലേ. സ്പീഡ് എന്നൊക്കെ പറയുന്നത് വണ്ടി എടുക്കുന്നത് അത്രയും പെട്ടെന്നാണ്. കൂടാതെ ആ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയണം. നല്ല ഹാൻഡ്ലിംഗ് ആണ്. നല്ല ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു സെഡാൻ ഓടിക്കുന്ന ഫീൽ എന്ന് പറയുന്നത് തന്നെ വേറെയാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ SUV ഓടിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ ഉയരം കൂടിയ വണ്ടികൾ ഓടിച്ച ആളുകൾക്ക് ശരിക്കും ഒരു ഇമ്പ്രസീവായിട്ടുള്ള ഫീൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വൗ ഫാക്ടർ തികച്ചും കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് നേച്ചറാണ് സെഡാൻ്റെ. അതായത് സെഡാനാണ് തികച്ചും ഒരു കാർ എന്ന് പറയാൻ പറ്റുള്ളൂ. കാർ എന്ന് പറയുമ്പോൾ ആ ഒരു ഫണ്ണും അല്ലെങ്കിൽ ആ ഒരു ഫീലും ഒക്കെ കിട്ടുന്ന ഡ്രൈവ് നമുക്ക് സമ്മാനിക്കാനായിട്ട് സെഡാനാണ് ഏറ്റവും കൂടുതൽ പറ്റുക. ആ ഒരു കാര്യത്തിൽ വരുമ്പോൾ ലക്ഷറി സെഡാനുകൾ ഒന്ന് മുകളിൽ നിൽക്കും. അങ്ങനെയാണ് ഈ ഒരു A6 ഞാൻ കാണുന്നത്. അതായത് തികച്ചും രസമുള്ള, തികച്ചും ഫൺ ഫാക്ടറുള്ള ഒരു സെഡാണെന്ന് ഈ ഒരു A6 പറയാം. അത് മാത്രമല്ല ഏകദേശം 65 ലക്ഷം രൂപയോളം എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടെക്നോളജി വേരിയന്റിനെ സംബന്ധിച്ച് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ലക്ഷറി കാറാണെന്ന് കൂടി പറയാം. ഇപ്പോൾ ഇന്നലെ നമ്മൾ യൂട്യൂബിൽ ഒരാളുടെ വീഡിയോയുടെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ഒരു തമ്പനയിൽ കണ്ടായിരുന്നു, 78 ലക്ഷം രൂപയുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് തികച്ചും എന്താ വില എന്നുള്ളത് നമുക്കറിയാം. അതായത് ആ ഒരു
വണ്ടിയുടെ ഒരു ഡിപ്രിസിയേഷനൊക്കെ കഴിഞ്ഞ് ഇത്രയും വർഷം ഓടി ഏകദേശം 6-7 ലക്ഷം രൂപയുടെ വണ്ടിക്കാണ് ആ ഒരു തമ്മിലൊക്കെ വെച്ചത്. പക്ഷെ നമുക്ക് ശരിക്കും പ്രോപ്പറായിട്ട് 65 ലക്ഷം രൂപയുടെ വണ്ടി ഓടിക്കുന്നുള്ള ഫീലാണ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഓഡിയുടെ A6 ആണ്. ഓഡിയുടെ A6ൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. നല്ല സ്റ്റിയറിംഗ് ഉള്ള, നല്ല ഹാൻഡിങ് ഉള്ള, നല്ല കംഫർട്ടബിൾ യാത്ര ചെയ്യുന്ന ഒരു പ്രോപ്പർ സലൂൺ അല്ലെങ്കിൽ സെഡാൻ എന്ന് വിളിക്കാവുന്ന ഈ ഒരു വണ്ടി ഓടിക്കാനുള്ള ഫണ്ടെന്ന് പറയുന്നത് തികച്ചും മികച്ചതാണെന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ പറയണം. അതായത് വലിയ സെഡാനാണ്, നല്ല വലിപ്പമുണ്ട്, തീർത്തും ചെറിയൊരു കാർ ഓടിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഓടിച്ചുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ തീർത്തും ഒരു അതിശയോക്തിയില്ലാത്ത കാര്യമായിട്ട് കാണാം. പിന്നെ ഏതൊരു ഗ്യാപ്പും ഇല്ലാണ്ട് ചുമ്മാ ഒന്ന് കാല് കൊടുത്താൽ മതി, വണ്ടി അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കയറി പോകും. അതായത് ഈ ഒരു എസ്ട്രോണിക് 7-സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് തികച്ചും ക്വിക്കാണ്. ഇപ്പോൾ DSGകൾ ഓൾ ടുഗദർ നല്ല ക്വിക്കാണ്. അപ്പോൾ ഈ ഒരു A6ൻ്റെ കാര്യത്തിലും അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നല്ല സ്റ്റിയറിംഗ് ആണ്, എന്തോ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല സ്റ്റിയറിംഗ് ആണ്, നല്ല ഒരു ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ നല്ല കണക്ഷനൊക്കെ തരുന്ന ഒരു സ്റ്റിയറിംഗ് തന്നെ പറയാം. കൂടാതെ 4 വീലിലും ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ഈ വണ്ടിക്ക്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് മാത്രമല്ല, നല്ല ഹാൻഡ്ലിംഗ് കൂടിയുള്ള വണ്ടി എന്ന നിലയ്ക്ക് കൂടി ഈ ഒരു വണ്ടിയെ കാണണം. ഇനി ഒന്നുകൂടി ഡൗൺ ചെയ്തു S ആകട്ടെ, എസിലേക്ക് മാറ്റി ഒന്നുകൂടി ഡൗൺ ചെയ്തു 3. അപ്പോൾ ഓടിക്കാൻ നല്ല ഫൺ ഫാക്ടറുള്ള ഒരു സെഡാൻ നോക്കുന്ന ആളുകൾക്ക്, എനിക്ക് തോന്നുന്നു ലക്ഷറി സെഡാൻ നോക്കുന്ന ആളുകൾക്ക് ഈ ഒരു A6 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം പറന്ന് കയറി പോകുന്ന, അത്യാവശ്യം ക്വിക്ക് ഷിഫ്റ്റുള്ള, നല്ല ഗിയർ ബോക്സ് നല്ല എഞ്ചിനുള്ള ഒരു നല്ല വണ്ടി എന്ന നിലയ്ക്ക് ഒരു A6നെ കാണാം. കൂടാതെ ചവിട്ടിയാൽ അല്ലെങ്കിൽ പിടിച്ചെടുത്തുന്ന ഒരു ബ്രേക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ പറയാം. ഇപ്പോൾ ലൈൻ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഈ വണ്ടിക്ക്. അതായത് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം എടുത്തെടുത്ത് പറയണം. അതായത് തീർത്തും രസമുള്ള വണ്ടി എന്നുള്ള ഒരു കാര്യത്തിൽ ആ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം മാറ്റി നിർത്താൻ പറ്റില്ല. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടിയും എനിക്ക് ഇടയ്ക്ക് പറയാൻ തോന്നുന്നു. നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഏകദേശം ഒരു ഫുൾ ടാങ്ക് അടിച്ചാണ്, ഏകദേശം 70 ലിറ്ററിന് മുകളിലാണ് ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ഇപ്പോഴും 720 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു കാര്യത്തിൽ കൂടി ലോങ് റൈഡിന് കൂടി ഉതകുന്ന വണ്ടിയാണ്. അതായത് ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ പിന്നെ 700 കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെ അടിച്ചാൽ മതിയല്ലോ ഫ്യൂവൽ. ഏറ്റവും ഒരു പ്രത്യേകത എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു മോഡുകളൊക്കെ തന്നെയാണ്. അതായത് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഡൈനാമിക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മോഡുകളൊക്കെ തന്നെയാണ്. അതായത് ഡ്രൈവർ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ലക്ഷറി സലൂൺ എന്നാണ് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുന്നത്. ഇനി ഡ്രൈവർ അസിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതിനകത്ത്. അതായത് ചെറിയൊരു വാണിയും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു മീറ്റർ കാണാം. അപ്പോൾ ഡ്രൈവർ അസിസ്റ്റൻസ് എന്നുള്ള ആ ഒരു മെനു എടുത്ത് വെച്ചിട്ടാണ്. സ്റ്റിൽ ആ എഞ്ചിനോട് കേൾക്കില്ലേ, റെഡ് എഞ്ചിനുള്ള സൗണ്ട് തീർത്തും ഫണ്ണാണെന്ന് പറയേണ്ടതുണ്ട് കേൾക്കാൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വലിയ വണ്ടി എന്ന് തന്നെയാണ് ഈ ഒരു A6നെ കുറിച്ച് പറയാനുള്ളത്. അതാണ് ഈ വീഡിയോയുടെ ഒരു രത്നം ചുരുക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്രോൾ വണ്ടികളുടെ ഒരു കാലമാണല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, ഡീസലൊക്കെ ഇല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ ഡീസൽ വളരെ കുറവാണെന്ന് പറയില്ല, ഇല്ലാണ്ട് പറയാൻ പറ്റില്ല. BMW അല്ലെങ്കിൽ മെഴ്സീഡസ് ബെൻസും ഒക്കെ തന്നെ ആ ഒരു ഡീസൽ വണ്ടികൾ വിൽക്കുന്നുണ്ട്. Audi അല്ലെങ്കിൽ Volkswagen ഗ്രൂപ്പ് ഓൾ ടുഗദർ ഡീസൽ നിർത്തിയേക്കണം. അപ്പോൾ ഡീസൽ വണ്ടികളുടെ ഒരു അഭാവമുണ്ട് എന്നുള്ളത് സ്റ്റില്ലൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ ആ പോരായ്മകളെ ഓവർകം ചെയ്യാനായിട്ട് തോന്നുന്നു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ മൈൽഡ് ഹൈബ്രിഡ് പോലുള്ള കാര്യങ്ങൾ സഹായിക്കും. അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. പിന്നെ ഇവരുടെ E-tron എന്ന് പറഞ്ഞ ഇലക്ട്രിക് വണ്ടിയുണ്ട്. അതായത് എഫിഷ്യൻസിയാണ് നോക്കുന്നെങ്കിൽ വാങ്ങാനുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത്രേ ഉള്ളൂ. പതിവ് പോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടും തന്നെ കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലേ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം, നമ്മുടെ എന്തിനും അറിയാലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.